മലയാള സിനിമയിൽ പുണ്യാളൻ പ്രത്യക്ഷപ്പെടുന്ന കാലാണിത്. സ്റ്റാർ ജാമിൽ എന്റെ കൂടെ, ക്ലബ് FM-ൽ എന്റെ കൂടെ ഹോട്ട് സീറ്റ് ഷെയർ ചെയ്യണത് പുണ്യാളൻ അഗർബത്തീസിന്റെ ഡയറക്ടറാണ്. ഇദ്ദേഹം മലയാള സിനിമയുടെ ട്രെയിൻ കയറിയത് പാസഞ്ചറിലൂടെയാണ്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി രഞ്ജിത്ത് ശങ്കർ. ഹായ്, നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ശങ്കർ. ഷാനിന്റെ കൂടെ ഈ സ്റ്റാർ ജാമിൽ ഞാനുണ്ട്. ശരിയാണോ? മലയാള സിനിമയിൽ പുണ്യാളൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ 2013? അങ്ങനെ ആവട്ടെ. അല്ല, ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ എപ്പോ ദൈവത്തിന്റെ ഒരു ടച്ച് കൊടുക്കുന്നു, പുണ്യാളന്റെ ഒരു സ്പർശം ഉണ്ടെങ്കിൽ മലയാള സിനിമ ആ സിനിമ ഹിറ്റ് ആവും. അങ്ങനെ ഒരു ലോജിക് ഇപ്പൊ വർക്ക് ആവുന്നുണ്ടോ? ആമേനായാലും പുണ്യാളൻ അഗർബത്തീസ് ആയാലും പ്രാഞ്ചി ഏട്ടനായാലും. നമ്മളിപ്പോ ആ ജോണറിൽ വന്നിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതല്ലാത്ത ഒരുപാട് സിനിമകളുണ്ട്, അതിന്റെ പേരുകൾ പോലും നമുക്ക് ഓർമ്മയില്ല. അതാണ് സിനിമയുടെ ഒരു ട്രാജഡി. സോ രഞ്ജിത്ത് ശങ്കർ മലയാള സിനിമയിൽ പുതിയൊരു സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കണം. ശരിയാണ്. സിനിമ വലിയൊരു വിജയമാണ്. അത് തരുന്ന ഒരു സന്തോഷമുണ്ട്. സന്തോഷത്തിലുപരി ഒരു ആശ്വാസമാണ്. കാരണം എന്താ പറയുക, ഈ സിനിമ ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്നോട് പലരും പറഞ്ഞത് ഈ രീതിയിലുള്ള ഒരു ഹാസ്യത്തിന് ഇപ്പോൾ ഒരു മാർക്കറ്റില്ല. ഏത് രീതി? ശുദ്ധമായ ഒരു ഹാസ്യം എന്ന് പറയില്ല, ഒരു അശ്ലീല ചോയില്ലാത്ത, വളരെ ക്ലീൻ ആയിട്ടുള്ള, ആൾക്കാർക്ക് ചെവി പൊത്താതെ കേൾക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഹാസ്യത്തിന് ഇപ്പോൾ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചിരിക്കുന്നില്ല. കുടുംബ പ്രേക്ഷകരടക്കം, ചെറുപ്പക്കാർക്കടക്കം അവർക്ക് വേണ്ടത് കുറച്ച് എരിവും പുളിയൊക്കെയുള്ള ഹാസ്യമാണ് എന്നുള്ള, ഹാസ്യമല്ല ഐറ്റംസ് ആണ് എന്നുള്ളൊരു ധാരണയിലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഡബിൾ മീനിങ് ജോക്സ് അല്ല, ഞാൻ പറയുന്നത്, ഞാനത് വിശ്വസിച്ചിരുന്നില്ല. ബിക്കോസ് അതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കറന്റ്ലി എന്ത് വർക്കാവുന്നു അതാണല്ലോ നമ്മുടെ ട്രെൻഡായിട്ട് വരുന്നത്. വലിയ വിജയങ്ങളായ സിനിമകൾ അധികം ഉണ്ടായിരുന്നു ഈ രീതിയിലുള്ള ഹാസ്യം. ആ രീതിയിൽ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ ഈ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുമായിരുന്നു, എന്ത് തരത്തിലുള്ള സിനിമകൾ ചെയ്യുമായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് വിജയിച്ചു എന്നുള്ളത് ഒരു സന്തോഷത്തിലുപരി, ഒരു എക്സൈറ്റ്മെന്റിലുപരി ഒരു ആശ്വാസമാണ്. ഒരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ആശ്വാസത്തിന്റെ പുറകില്. മലയാളിക്ക് ഇഷ്ടമുള്ള തമാശ എന്താണ്? മലയാളിക്ക് പുണ്യാളൻ അഗർബത്തീസിൽ ഉള്ള തമാശ ഇഷ്ടമാണ്. അപ്പോൾ ആ സിനിമയിൽ വലിയൊരു സൂപ്പർ സ്റ്റാറോ വലിയൊരു സൂപ്പർ ഡയറക്ടറോ ഒന്നുമില്ല. എന്നിട്ടും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി, ഇതുപോലെയുള്ളൊരു ഹാസ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാൻ സ്റ്റാർ ജാം എന്നുള്ള ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന രഞ്ജിത്ത് ശങ്കറിനെ വെച്ചിട്ടാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഷോ. താങ്ക് യു. ഇത് ക്ലബ് FM-ൽ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഹായ്, ഐ ആം രഞ്ജിത്ത് ശങ്കർ. ഇന്ന് ഷാനിന്റെ കൂടെ സ്റ്റാർ ജാമിൽ ഞാനുണ്ട്. Star Jam with RJ Sean. സ്റ്റാർ ജാം എന്ന ഷോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ വെൽക്കം യു ടു മൈ ഷോ. വെൽക്കം. അപ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വെൽക്കം യു ടു മൈ ഷോ. അറ്റ് ദ സെയിം ടൈം ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് ഞാൻ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യണേ. സത്യത്തിൽ ആനപ്പിണ്ടത്തിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുമോ ചന്ദനത്തിരി? ഉണ്ടാക്കാൻ പറ്റും. ഇത് എന്റെ അങ്കിൾ ചെയ്തൊരു ബിസിനസ്സാണ് 90s. ആനപ്പിണ്ടത്തിൽ എങ്ങനെയാണ് ചന്ദനത്തിരി ഉണ്ടാക്കണം? ആനപ്പിണ്ടത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആനപ്പിണ്ടം മാത്രമല്ല, വേസ്റ്റ്. ഇപ്പൊ ശ്രീലങ്കയിലൊക്കെ വളരെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനുള്ള ഒരു ബിസിനസ്സാണ് ഈ പറയുന്ന ചന്ദനത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എക്സാക്ട് സെയിം പ്രോസസ് ചെയ്യുന്നതാണ് അവിടെ. ഇവിടെ ഇത് ചെയ്യാൻ എന്റെ അമ്മാവൻ ശ്രമിക്കുകയും ഈ കഥയിൽ, ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ദേവസ്വത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നാട്ടുകാരിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ചില സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുകയും അവർ ഫാക്ടറിയെല്ലാം പണിതാണ്. അതേ തുടർന്ന് അത് അടച്ചുപൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നു. ആനപ്പിണ്ടത്തിൽ നിന്നും ചന്ദനത്തിരി ഉണ്ടാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളം അത് ട്രേഡ് ചെയ്യാത്തത്? പിന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരുപാട് ബിസിനസ്സുകൾ വരാത്തത്? ഈ കേരളത്തിൽ വരാത്തത് ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ലല്ലോ, ഈ ടെക്നോളജി അല്ലല്ലോ വിഷയം. അതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പറയുന്ന ഹർത്താൽ എന്ന് പറയുന്ന പ്രതിഭാസം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണ് ഇത്ര ആക്റ്റീവായിട്ട്. ലോകത്തിൽ തന്നെ ഒരു ചെറിയ 10 പേര് കൂടി ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഇത് സംസ്ഥാനം മുഴുവൻ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ലോകത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരേ ഒരു സ്ഥലം കേരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ ഹൈദരാബാദിൽ ഒരു ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ഓൾ ഇന്ത്യ ഹർത്താലാണ്. ഓൾ ഇന്ത്യ ഹർത്താൽ ഹൈദരാബാദിൽ നടന്ന ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ ഹർത്താലുള്ളത്. ഞാൻ എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി. എനിക്ക് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ എത്താൻ പെട്ട ബുദ്ധിമുട്ട് എനിക്കറിയാം, വണ്ടി കിട്ടാതെ. കേരളത്തിൽ സമ്പൂർണ്ണമാണ് ഹർത്താൽ. ഞാൻ ഹൈദരാബാദിൽ ചെന്നിറങ്ങി ഞാൻ പ്രതീക്ഷിച്ചത് വൈകിട്ട് വരെ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, വലിയ എയർപോർട്ടാണ്, അവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ ഒന്നുമില്ല, എല്ലാം വളരെ നോർമലാണ്. ഞാൻ ടാക്സി ഇഷ്ടം പോലെ ഓടുന്നു. ഞാൻ ടാക്സിയിൽ കയറി, കടകളെല്ലാം തുറന്നിരിക്കുന്നു. ഹൈദരാബാദിൽ ഇഷ്യൂവിനാണ് ഓൾ ഇന്ത്യ ഹർത്താൽ. അപ്പം എന്നോട് ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഹർത്താലില്ലേ? ഹർത്താലോ? അതും പറഞ്ഞു വന്നാൽ അവരെ കൈയും കാലം തല്ലി ഓടിക്കും. കാരണം നമ്മുടെ അന്നമാണിത്. അപ്പോൾ അവിടെ 10 പേര് ഹർത്താൽ എന്ന് പറഞ്ഞു വരുമ്പോൾ 100 നാട്ടുകാർ അവർ തല്ലാനിരിക്കുന്നു എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ അവർ മാറിയിരിക്കുന്നു. അത് മാറാത്ത ഒരേ ഒരു സ്ഥലം കേരളമാണ്. അപ്പോൾ ഈ വക ബിസിനസ്സുകളൊക്കെ വരണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് ക്ലബ് FM-ൽ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. പുണ്യാളൻ അഗർബത്തീസ് എന്നുള്ള സിനിമ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഞാൻ രഞ്ജിത്ത് ശങ്കറിന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് റൈറ്റ് നൗ. Star Jam with RJ Sean.
ഈ നാട്ടില് കേരളത്തിലൊരു ബിസിനസ് നടത്തുക, കേരളത്തിലൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്? എളുപ്പമല്ല. ഒരു ബിസിനസ് എവിടെ തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമില്ല. കേരളത്തിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ആണോ? ബിക്കോസ് ഇവിടെ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പല ഇഷ്യൂസ് ഉണ്ട്. എനിക്കറിയാം, എനിക്കൊരു ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധുക്കളും എനിക്കുണ്ട്. ഞാൻ അമേരിക്കയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വലിയൊരു ബിസിനസ്സുകാരനെ പരിചയപ്പെടാനിടയപ്പോൾ, ഞാൻ മലയാളി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ലോജിക് ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഒരു അമേരിക്കൻ ഡ്രീം ഉണ്ട്. 3 നേരം ചിക്കൻ, 2 കാർ, ഒരു വീട്. ഇതൊക്കെ സ്വന്തമാക്കാൻ എളുപ്പമാണ്, 2 പേരും ജോലി ചെയ്താൽ മതി. പക്ഷേ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ യു ഹാവ് ടു ബി 10 times ആസ് ഹാർഡ് വർക്കിംഗ്, ആസ് ഇൻ്റലിജൻറ്റ്, ആസ് ബ്രില്യൻറ്റ് ആസ് എൻ ആവറേജ് അമേരിക്കൻ. ഇന്ത്യൻ അല്ല, ഒരു ആവറേജ് അമേരിക്കനേക്കാൾ 10 ഇരട്ടി അധ്വാനിക്കാനും ബുദ്ധിയും കഴിവുള്ള ഒരാൾക്ക് അവിടെ ഒരു ബിസിനസ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇവിടുത്തെ അവസ്ഥയും അത് തന്നെയാണ്. ഒരു ജോലി ചെയ്യുന്ന ഒരാളെക്കാട്ടിലും 10 ഇരട്ടി കഴിവും അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ബുദ്ധിയും എല്ലാം ഉള്ള ഒരാൾക്കാണ്, മിടുക്കും ഉള്ള ആൾക്ക് ബിസിനസ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. സൂപ്പർ. കോട്ട് ഫോർ ദ ഡേ. ബട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെ ഹേർഡിൽസ്, ഈ ഒരു ഫിലിമിന് വേണ്ടി ഹേർഡിൽസ് ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെ ഹേർഡിൽസ് ശരിക്കും ഒരു ബിസിനസ്സുകാരന് കേരളത്തിൽ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങുകയാണെങ്കിൽ പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പേര് രജിസ്റ്റർ ചെയ്യാൻ ഉള്ളൊരു കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം എത്ര ബുദ്ധിമുട്ടാണ്. ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ പോകുമ്പോൾ എല്ലാം എളുപ്പമാണ്. പുതിയൊരാൾ വന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷേ കേരളത്തിലൊരു പൊടിക്ക് കൂടെ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്കുള്ള ഒരു ലോകപരിചയം വെച്ച് തോന്നിയിട്ടുള്ളത്. He is right, he is correct, and he is Ranjit Shankar, director, with me on Star Jam. Ton കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ഡയറക്ടർ രഞ്ജിത് ശങ്കർ വിത്ത് മീ ഓൺ സ്റ്റാർ ജാം. വെൽക്കം ബാക്ക്. താങ്ക് യു. സോ ഞാൻ രഞ്ജിത് ശങ്കറിന്റെ ചില സിനിമകളുടെ പേര് പറയാം. ഈ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ മലയാളി എന്ന കാണിയെ കുറിച്ച് അങ്ങ് പഠിച്ചത് എന്താന്ന് പറയണം? പാസഞ്ചറിലൊന്നും പഠിച്ചില്ല. കാരണം പാസഞ്ചർ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ആദ്യം കണക്ക് കൂട്ടിയത് ഞാൻ നിർമ്മിക്കണം എന്നൊക്കെയായിരുന്നു ആദ്യത്തെ തീരുമാനങ്ങൾ. അന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സിനിമ ഉണ്ടായത്. അതിനുള്ള കാശ് ഉണ്ടായിരുന്നു? അതിനുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് അന്നൊരു വീടും ഒരു ഫ്ലാറ്റും എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം അതിലേതെങ്കിലും ഒന്ന് പോയാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അതിൽ വലിയ ത്യാഗമൊന്നും ആയിരുന്നില്ല. ബിക്കോസ് ആ സിനിമ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലായിരുന്നു. ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഇല്ലാണ്ടായാൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ സിനിമ? ആണ്. കാരണം എറണാകുളത്ത് കാക്കനാട് പോലെ ഒരു സ്ഥലത്ത് ഒരു 15 സെന്റിൽ ഒരു വീടും അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റും ഇല്ലാതായാൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സിനിമ. എനിക്കിവിടെ എത്ര റിലീസ് സെന്റർ ഉണ്ടെന്നോ അവിടെ നിന്ന് കളക്ഷൻ വരുമെന്നോ ഏതൊക്കെ തിയേറ്റേഴ്സ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഒരു സിനിമ എന്നുള്ളതിന് ഏറ്റവും വലിയ പ്ലസ് ഉണ്ട് ആ സിനിമയ്ക്ക്. സിനിമയുടെ നൂൽപൊട്ടുകളൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. ഇത് എവിടെ കാണിക്കാൻ പോകുന്നു, ഇവിടെ ക്യൂബ് ഉണ്ടോ, UFO ഉണ്ടോ, പ്രിന്റ് ആണോ, ഒന്നും അറിയില്ല. ആ സിനിമ പോലും അറിയില്ല. അതുപോലും അറിയാതെ ഒരു ധൈര്യത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ കണക്ക് കൂട്ടിയത് എത്ര നഷ്ടം സംഭവിക്കും. ആ നഷ്ടം ഈ വീട് പോയത് കൂടാതെ വീണ്ടും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അത് സിനിമ ഉണ്ടാക്കാം. അതുകൊണ്ട് നഷ്ടങ്ങൾ പിന്നെയും സംഭവിക്കും. അപ്പോൾ ആ നഷ്ടം എനിക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു സോഫ്റ്റ്വെയർ കരിയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വൈഫും സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നഷ്ടം നമ്മൾ വിദേശത്തെല്ലാം പോയി എത്ര വർഷം ജോലി ചെയ്താൽ നികത്താൻ സാധിക്കും എന്നാണ് ആലോചിച്ചത് ആ സിനിമ ഉണ്ടാക്കുമ്പോൾ. അറിയാമായിരുന്നു അത്. ബിക്കോസ് അത് ഉണ്ടാക്കാതെ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാശി എന്ന് പറയുന്നത് 30 വയസ്സ് ആവുന്നതിന് മുമ്പ് ആ സിനിമ സെൻസർ ചെയ്യണം എന്നുള്ളായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു വാശി. അതിനുവേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും 31 വയസ്സായി. അത് വേറെ കാര്യം. അപ്പം അതിൽ പ്രേക്ഷകരെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഉണ്ടാക്കിയിട്ട് ഒന്നുമായില്ല. അത് ഫിലിം റോളായിട്ടോ അല്ലെങ്കിൽ ഒരു DVD ആയിട്ടോ എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണുകയാണെങ്കിൽ പോലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല എന്നെനിക്കുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എപ്പോഴും ലൈഫിൽ ആലോചിക്കാറുള്ളത് 50 വയസ്സായിട്ട് ഞാൻ കാലിഫോർണിയയിൽ ഒരു വില്ലയിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 10-20 കോടിയുടെ ആസ്തി ഉണ്ടാവും ഞാൻ സോഫ്റ്റ്വെയറിലൊക്കെ ജോലി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞിരുന്ന് ആലോചിക്കുകയാണ്, അയ്യോ 30-ാം വയസ്സിൽ അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ എത്തരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഐ വുഡ് റാദർ പ്രിഫർ സ്ട്രഗ്ലിംഗ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ്. സ്റ്റാർ ജാം ഇന്ന് രഞ്ജിത് ശങ്കറിന്റെ അടുത്ത് ബാക്കി 3 സിനിമകളുടെ കഥ ചോദിക്കാൻ പോവാണ് ഇനി. ടൺ കണക്കിന് ഫൺ. ഓർമ്മത്തിരിവിൽ കണ്ടു മറന്നൊരു മുഖമായെങ്ങോ മറഞ്ഞു, നേരിൽ കാൺമതു നേരിൻ നിറവായി എഴുതി നാൾ വഴി നിറഞ്ഞു. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ഈ പറഞ്ഞ സിനിമകളെല്ലാം റിലീസ് ആവുമ്പോൾ രഞ്ജിത് ശങ്കർ മലയാള സിനിമയുടെ കാണി എന്ന വിഭാഗത്തെ കുറിച്ച് എന്ത് പഠിച്ചു? പാസഞ്ചർ കഴിഞ്ഞു, അടുത്ത സ്റ്റോപ്പിന്റെ പേര് അർജുനൻ സാക്ഷി. വളരെ അപകടം പിടിച്ച പ്രേക്ഷകരാണുള്ളത് എന്ന് മനസ്സിലായി. അവർക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം, കുറച്ചും കൂടെ സൂക്ഷിക്കണം. പ്രേക്ഷകരെ കുറിച്ച് ഞാൻ പഠിച്ചു എന്ന് വിശ്വസിച്ച കുറെ സങ്കല്പങ്ങൾ പാടെ തെറ്റായിരുന്നു. അപ്പൊ അത് എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ പരാജയമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ എപ്പോഴും ഒരു സാമാന്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥിയായിരുന്നു. മിക്കവാറും ക്ലാസ്സുകളിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആളായിരുന്നു. എപ്പോഴും ഞങ്ങൾക്കൊരു ഫെയിലിയർ എന്ന് പറയുന്ന സാധനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് അർജുനൻ സാക്ഷിയിലാണ്. വളരെ കറുത്ത ദിവസങ്ങളായിരുന്നു അർജുനൻ സാക്ഷി ഇറങ്ങിയതിന് ശേഷമുള്ള ദിവസങ്ങൾ. മോളി ആൻഡ് റോക്സ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ മലയാള സിനിമയെ കുറിച്ച് എന്ത് പഠിച്ചു? ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. ഇൻകം ടാക്സ് ആണ് ആ സിനിമയിലെ വില്ലൻ. അപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് പോലും ഇൻകം ടാക്സ് എന്താണെന്ന് അറിയില്ല ഇവിടെ ഇന്ത്യയിൽ. എൻ്റെ കണക്കൂട്ടിൽ ഏതാണ്ട് ശരിയായി വന്നൊരു സിനിമയായിരുന്നു മോളി ആൻഡ് റോക്സ്. ഞാൻ പ്രതീക്ഷിച്ചത് മെട്രോസിൽ കുറച്ച് പ്രേക്ഷകർ, ഹൈ ക്ലാസ് പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ തന്നെയാണ്. എനിക്ക് ആസ് എ ഫിലിം മേക്കർ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു സിനിമയായിരുന്നു മോളി ആൻഡ് റോക്സ്. ആ സിനിമയിൽ എനിക്കുള്ള ഏറ്റവും വലിയ നിരാശ ആ സിനിമയിൽ രേവതിയുടെ ഒരു പെർഫോമൻസിന് ഇവിടുത്തെ ഒരു അവാർഡ് കമ്മിറ്റിയും കണ്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു മോളി ആൻഡി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അവാർഡ് കമ്മിറ്റീസിന് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അവളുടെ പ്രതികാരം, അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച പെൺകുട്ടി, കുറെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകും. അത് എളുപ്പമാണ് അഭിനയിക്കാൻ, ബൈപോളാർ എളുപ്പമാണ്, അത് അഭിനയിക്കാൻ എളുപ്പമാണ്. മോളി ആൻഡി പോലെ റോൾ അഭിനയിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു ചെറിയ സംഭവം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൈവിട്ടു പോകും, നമുക്ക് ബോറായിട്ട് തോന്നും. ഒരു സാധാരണ സ്ത്രീക്കാണെന്ന് കുശുമ്പ്, അസൂയ, ദേഷ്യം, ഈഗോ, ഈ പറഞ്ഞ വികാരങ്ങളിലൂടെ എല്ലാം, ദുഃഖം, അനുകമ്പ, ദയ, കാരുണ്യം, ഇതിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോൾ അതിന് കണ്ടില്ല എന്നുള്ളതിൽ എനിക്കൊരു വലിയ ദുഃഖമാണ് ആ സിനിമ. എന്നും ആ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരേ ഒരു ദുഃഖം അതാണ്. മലയാള സിനിമയെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡയറക്ടർ എൻ്റെ കൂടെ ഉണ്ട്, രഞ്ജിത്ത് ശങ്കർ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. സ്വന്തം സിനിമയിൽ പൊളിറ്റിക്കലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് രഞ്ജിത്ത് ശങ്കർ. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു. സിനിമയിൽ പൊളിറ്റിക്സ് സംസാരിച്ചാൽ അതിന് കാണാൻ കാണിയുണ്ട്, കൈയടിക്കാൻ കാണിയുണ്ട്. അങ്ങനെ ഒരു ലോജിക് രഞ്ജിത്ത് ശങ്കർ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് സിനിമയിൽ. വൈ? അല്ല, എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. എന്താ ഷാൻ പറയൂ, വാട്ട് ഇസ് പൊളിറ്റിക്സ്? പറയൂ ഷാൻ, പറയൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഇറ്റ്സ് നോട്ട് അബൌട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സിനിമ KG ജോർജ് സാറിന്റെ ഇരകൾ എന്ന് പറയുന്ന സിനിമയാണെന്ന് ഞാൻ പറയും. അതിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് അബൌട്ട് ഒരു പെർട്ടിക്കുലർ സിനാരിയോ ആണ് കേരളത്തിലുണ്ടായിരുന്നത്. ഓൺ ദാറ്റ് നോട്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് രഞ്ജിത്ത് ശങ്കർ എന്നുള്ള ഡയറക്ടർ കണ്ടെത്തുന്ന ഒരു കൗതുകമുണ്ട് ഇത്തരം ചില കാര്യങ്ങളിൽ. അല്ലെങ്കിൽ നിയമങ്ങളെ കളിയാക്കുന്നു, ഇൻകം ടാക്സിനെ കളിയാക്കുന്നു, ഇൻകം ടാക്സ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ മോളി ആൻഡി റോക്സ് എനിക്ക് അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തിനാണ് ഈ രാജ്യത്തിലുള്ള ഇൻകം ടാക്സ് അടയ്ക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അമേരിക്കയിൽ അതിൽ മോളി ആൻഡി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. അവർ 10-30 വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. അവിടെ ഒരു 30% ഇൻകം ടാക്സ് അടച്ചിരുന്നു. ആ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരന് അവിടുത്തെ ഒരു ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സെക്യൂരിറ്റി, നല്ല റോഡുകൾ, താമസിക്കാൻ നല്ല സൗകര്യം, നല്ലൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എഫക്റ്റീവായിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുന്നത് എന്നാണ് മോളി ആൻഡിയിൽ ചോദിച്ചത്. എന്റെ ചോദ്യം തന്നെയാണത്. എന്താണ് ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്നത്? ഇവിടെ സ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കേണ്ട സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റ് തിരിച്ചെന്താണ് നമുക്ക് തരുന്നത്? എഡ്യൂക്കേഷനോട് ഫ്രീ ആണോ? അല്ല. ഇപ്പോൾ നമ്മൾ ഈവൻ മദ്രാസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ, വല്ലപ്പോഴാണ് പോകുന്നത്. നമ്മൾ 6 വർഷം കൂടുമ്പോൾ പോകുമ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഒരു സാധനം പറയാൻ പറ്റുമോ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള? ഈ കൊടുക്കുന്ന ടാക്സ് എല്ലാം നാട്ടുകാർക്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി വാങ്ങിക്കാനും കൈയിട്ട് വരാനാണെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത്? So how do you look at the system? പുണ്യാളൻ അഗർബത്തീസിന്റെ എസെൻസ് അതാണ്, ആ സിനിമയുടെ എസെൻസ് അതാണ്. യു ഹാവ് നോ റൈറ്റ് ടു ക്രിട്ടിസൈസ് എ സിസ്റ്റം ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഗട്ട്സ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അത് രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതല്ല, അത് ചെയ്ത് കാണിക്കുക. ജോയ് താക്കോൽക്കാരൻ പുണ്യാളൻ അഗർബത്തീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ അരാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ബുദ്ധിജീവികൾ ഉണ്ട്. അവരോട് തിരിച്ചെനിക്ക് ചോദിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ്. അദ്ദേഹം ചില സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും സെൻസിബിൾ ആയിട്ടുള്ള കണ്ടെത്തലുകളും പറയുന്നു. ഐ തിങ്ക് ഹി ഈസ് റൈറ്റ്. ആൻഡ് ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഹായ്, ഐ ആം രഞ്ജിത്ത് ശങ്കർ. ഇന്ന് ഷാന്റെ കൂടെ സ്റ്റാർ ജാമിൽ ഞാനുണ്ട്. AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ഡിഫൈൻ ഹർത്താൽ. സ്റ്റുപ്പിഡിറ്റി. ഹർത്താൽ കേരളം മാത്രം ഒരുപക്ഷെ ലോകത്തിൽ കൊണ്ടാടുന്ന ഒരു ദേശീയോത്സവം. രാഷ്ട്രീയ പാർട്ടി. ഞാനിപ്പോഴും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ഒരു നല്ല നാളെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നു. ഇപ്പൊ ആം ആദ്മി ഡൽഹിയിൽ നേടിയ വിജയത്തിന് വളരെ പ്രത്യാശയിലാണ് ഞാൻ നോക്കി കാണുന്നത്. അണ്ണാ ഹസാരെ ഒരു പ്രതീകമാണ്. അണ്ണാ ഹസാരയുടെ ഒരു സിമ്പിളായിരുന്നു ഈ സിനിമയിൽ ടീച്ചർ അവതരിപ്പിച്ച മാഷ്. അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ജോയ് താക്കോൽക്കാരൻ. സത്യത്തിൽ അങ്ങനെയൊക്കെയാണ് കഥ ആലോചിച്ച് തുടങ്ങുന്നത്. ഒരു കോടതി
കോടതിയിലെ ജഡ്ജ്. ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം, ബേബി മജിസ്ട്രേറ്റിനെ പോലെ. പുണ്യാള ഗർഭത്തീസിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കോടതി സീൻസും കേരളത്തിലെ കോടതിയിൽ നടന്നിട്ടുള്ളതാണ്, ചെറുപ്പേർ ഉൾപ്പെടെ. അപ്പോൾ അത് നമ്മൾ അതിഭാവുകത്വമായി തോന്നുമെങ്കിൽ നമുക്ക് റിയാലിറ്റിയുമായി ട്രൂത്ത് ഇസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന പോലെയാണ്. അതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻസിഡൻസും കേരളത്തിലെ കോടതികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഡിഫൈൻ ആന എന്ന അത്ഭുത ജീവി. ആന മലയാളിക്ക് എന്നും വലിയ ഒരു കൗതുകമാണ്. ഒരു ആനയെ ഒരു പൈതൃക മൃഗമായി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് എത്ര പേര് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആനയെ ഇനി ആർക്കും ഓൺ ചെയ്യാൻ പറ്റില്ല. ആനയെ ഓൺ ചെയ്യുന്നതിന് ഗവൺമെന്റ് തന്നെയാണ്, ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. ആനയെ എന്നല്ല, മൃഗങ്ങളോട് പൊതുവേ എനിക്കുള്ളൊരു അസൂയ എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ഒരു ശ്രദ്ധ മനുഷ്യർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. ഡിഫൈൻ ആനപ്പിണ്ടം. ആനപ്പിണ്ടത്തിനോട് ഇപ്പം എനിക്ക് വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ത്യൻ സിനിമ 100 വർഷം പിന്നിടുമ്പോൾ രഞ്ജിത് ശങ്കർ എന്ന കാണി പറയാ ഇന്ത്യൻ സിനിമയിലെ 3 ക്ലീഷേസ്. ഹീറോ, ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റുകൾ എത്ര മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും ഹീറോ ഇസ് എ ഹീറോ, ഹി സപ്പോസ് ടു ഡു സംതിങ്. അതായത് ഇറ്റ്സ് എ ക്ലീഷേ. ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ വ്യത്യസ്തമായ ഹീറോകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹീറോ ഇപ്പോഴും സൽമാൻ ഖാൻ തന്നെയാണ്. അയാൾ ചെയ്യുന്നതെല്ലാം വളരെ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രെയിൻ ഒരു വേണ്ടി തടഞ്ഞു നിർത്തുകയും അല്ലെങ്കിൽ രജനീകാന്ത് അത് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ആ സിനിമയാണ് ഏറ്റവും വലിയ വിജയമാവുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ബിഗസ്റ്റ് ക്ലീഷേ എന്ന് പറയുന്നത്. അതിനെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഇസ് അക്രോസ് ദ ഗ്ലോബ് അങ്ങനെയാണ്. സെക്കൻഡ് വൺ വിൽ ബി ദ വില്ലൻ, തേർഡ് വൺ വിൽ ഓബ്വിയസ്ലി ബി ദ ഹീറോയിൻ. അവരെ പ്രേമിക്കുക എന്ന് പറഞ്ഞ ഡോള് തന്നെയാണ് ഇപ്പോഴും കമേഴ്ഷ്യൽ ഇന്ത്യൻ സിനിമയിലെ ഹീറോയിൻ. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നൊരു ഓഡിയൻസ്, അവർക്ക് ഇഷ്ടം ഒരു ഹീറോയിൻ്റെ ഒരു ഹീറോയിസം കൂടുതലായി കാണാനും ഹീറോയിൻ്റെ ഒരു ഗ്ലാമർ കാണാനും വില്ലൻ്റെ കുറേ ക്രൂരതകൾ കാണാനും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇത് നിലനിന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഐ തിങ്ക് ഹി ഈസ് റൈറ്റ്. ആൻഡ് ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Choose one റൗണ്ടിലേക്ക് പോവാണ്. ഡയറക്ടർ രഞ്ജിത് ശങ്കർ ആൻഡ് ഷാൻ ഓൺ സ്റ്റാർ ജാം. റെഡി സർ? റെഡി. യുവർ ഫേവറേറ്റ് പാസഞ്ചർ പുണ്യാളൻ. പാസഞ്ചർ ഓഫ് കോഴ്സ്. ഭാഗ്യം കൊണ്ടുവന്നത് എന്ത്? ആനപ്പിണ്ടം. ആനയില്ലെങ്കിൽ പിണ്ടമില്ലല്ലോ. എത്ര കണ്ടാലും മതിയാവാത്ത സത്യത്തിൽ ആനയാണ് സിനിമയാണ്. അയ്യോ, ആനയൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. ആകെ ഒരു പ്രയോറിറ്റി അതാണ്. കേരളത്തിൽ ഹർത്താൽ വേണ്ട ഒരാവശ്യമില്ല. പെട്രോൾ വില കൂട്ടി, ഒരു ഹർത്താൽ നടത്തി, പെട്രോൾ വില കുറയുമോ? അതിന് പകരം ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് പറയാം. പെട്രോൾ വില കൂട്ടി, പ്രൊട്ടസ്റ്റ് ആണല്ലോ, പ്രൊട്ടസ്റ്റ് ഹർത്താലിന് വേണ്ടി. അപ്പം പെട്രോൾ വില കൂട്ടിയതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ ആഹ്വാനം ചെയ്യണം. അവർ ആഹ്വാനം ചെയ്യുന്നതാണ് ഡേയിൽ നിങ്ങൾ രാവിലെ ഇവിടെ പോകണം, ഇറങ്ങുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. എല്ലാ കാരണവും നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല, നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, പെട്രോൾ വില കൂട്ടിയത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ പെട്രോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. ഇറ്റ്സ് എ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ്. അപ്പം ഈ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 11 മണിക്ക് എറണാകുളം സിറ്റിയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാറുകളുടെ ഹെഡ്ലൈൻ ഓൺ ആണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു സൂചനയുണ്ട്. ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അതിന് കട അടച്ചിട്ടിട്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരുന്ന് ഒഴിഞ്ഞ നിരത്തുകളിലിരുന്ന് എന്ത് പ്രൊട്ടസ്റ്റ് ചെയ്യാനാണ്? അപ്പോൾ നഷ്ടം കുറേ പേർക്ക് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് എന്താണ് കാര്യമുള്ളത്? ഇറ്റ്സ് എ വെരി സ്റ്റുപ്പിഡ് സിസ്റ്റം ഓഫ് പ്രൊട്ടസ്റ്റ്. രാഷ്ട്രത്തെക്കുറിച്ച് രാഷ്ട്രീയം സംസാരിക്കുന്ന രഞ്ജിത് ശങ്കറിന്റെ അടുത്ത് എൻ്റെ ക്വസ്റ്റ്യൻ, ചാൻസ് കിട്ടി ഐ വിൽ ബിക്കം എ മിനിസ്റ്റർ, ഐ വോണ്ട് ബി എ മിനിസ്റ്റർ. ഐ വിൽ ബിക്കം എ മിനിസ്റ്റർ. എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. മലയാളിക്ക് ശരിക്കും നിയമങ്ങൾ അറിയില്ല. നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണോ? ആളാണ്. ഇൻകം ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം? അറിഞ്ഞിട്ടാണോ ഇൻകം ടാക്സ് അടയ്ക്കുന്നത്? ഒരാൾ പറയുന്നു, അടയ്ക്കുന്നു, അത്രേ ഉള്ളൂ. നിയമങ്ങൾ അറിയാനുള്ള ശ്രമവും ഇല്ല. ഞാൻ ഉൾപ്പെടെ അറിവില്ലായ്മ ഉണ്ടെന്ന് മനസ്സിലായിട്ടും മലയാളി ബുദ്ധിമാനാണ് എന്ന് അവകാശപ്പെടുന്നു. ഇതൊരു മലയാളിയെ പോലെ മണ്ടന്മാരായ ഒരു സമൂഹം ഉണ്ടാവില്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർ. കാരണം ഏറ്റവും എളുപ്പം പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ള ഒരു സമൂഹം മലയാളികളാണ്. അവർ എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ടാണ്. ഇപ്പം നാളെ ഒരു ക്രീം ഇറക്കുന്നു, ഇത് തേച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സംസ്ഥാനം കേരളം തന്നെയായിരിക്കും ഇപ്പോഴും. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഈ പറഞ്ഞ കാലമാഞ്ചിയ മുതൽ ഈ പറയുന്ന എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ, ഓരോരോ പേരുകളിൽ തട്ടിപ്പ് പുതിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. തട്ടിക്കപ്പെട്ട ആളുകൾ തന്നെ വീണ്ടും തട്ടിക്കപ്പെടാൻ റെഡിയാണ്, അല്ലേ? അടിസ്ഥാനപരമായ റീസൺ നമുക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാഴ്ച, അവിടെ വെള്ളമില്ല, 5 കിലോമീറ്റർ വെള്ളം ചുമന്നുകൊണ്ടുവന്ന് അവർ കൃഷി നടത്തും. ആ സാധനമാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വെള്ളമുണ്ട്, നമ്മൾ ചെയ്യാൻ ആളില്ല, റെഡിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. മലയാളി മണ്ടൻ മാത്രമല്ല, മടിയനാണ്. ഞാൻ എന്നേക്കാൾ വലിയ മടിമാരുണ്ടാവില്ല. രഞ്ജിത് ശങ്കർ എന്താ പറയാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് രഞ്ജിത് ശങ്കർ വിത്ത് us on Club FM Star Jam. 10 കണക്കിന് ഫൺ on Club FM with Ranjit Shankar. Are you ready? Ready. 10 കണക്കിന് ഫൺ. പുണ്യാളൻ എന്ന സിനിമ
ഹിറ്റ് ആയതല്ല, ഹിറ്റ് ആക്കിയതാണ്. ട്രൂ ഓർ ഫാൾസ്? അത് വളരെ അപകടം പിടിച്ച, ഞാൻ എളുപ്പത്തിൽ പറയാൻ, പുണ്യാളൻ എന്ന സിനിമ ഹിറ്റായ ഒരു സിനിമയാണ്, ഹിറ്റ് ആക്കിയത് അല്ല. There is a strategy to sell a product, അല്ലേ? ഇല്ല, അങ്ങനെ അതിൽ ഒരു സിനിമ ഹിറ്റാകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഹിറ്റ് ആവാനേ പറ്റുള്ളൂ. അല്ലെ, സത്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഹിറ്റാക്കാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. കാരണം മാർക്കറ്റിംഗ് വഴി അതിനൊരു പരിധിയുണ്ട്. ഒരു ഫസ്റ്റ് ഷോന് ഒരാൾ വരാമെന്നേ ഉള്ളൂ. ആ ഷോന് കയറുന്ന പ്രേക്ഷകർ ഹാപ്പി അല്ലെങ്കിൽ ആ സിനിമ അവിടെ പരാജയപ്പെടുന്നു. ആ ഷോ വരെ കയറ്റാൻ നമുക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു സിനിമയെ ഒരിക്കലും ഹിറ്റാക്കാൻ സാധിക്കില്ല മാർക്കറ്റിംഗ് കൊണ്ട്, ഒരു മോശം സിനിമയെ. തൃശ്ശൂർകാർ നല്ല അസൽ കച്ചവടക്കാരാണ്. ട്രൂ ഓർ ഫാൾസ്? ആണ്. തൃശ്ശൂരിലെ ബിസിനസ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെ നോക്കിയാൽ നല്ലൊരു ശതമാനം തൃശ്ശൂർ ജനിച്ചിട്ടുള്ള ആൾക്കാർ. എന്താ തൃശ്ശൂരിന് ആ മണ്ണ് എങ്ങനെയാണ് കിട്ടുന്നത്? ഐ മീൻ, വാട്ട് ഈസ് ദാറ്റ് ഫ്ലെയർ ആൻഡ് ഫ്ലേവർ? എനിക്കറിയില്ല. ബിക്കോസ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ്. കാരണം കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്നത്. അപ്പം ആനക്കമ്പക അതിന് ആനയ്ക്കൊരു റിസ്ക്കാണ്. അപ്പോൾ അതൊക്കെ എല്ലാം അതിന് അനുബന്ധമായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് സ്വപ്നങ്ങൾ കുറവുള്ള ആൾക്കാരാണ്. അതാണ് വലിയ പ്രധാനം. കാരണം ഒരുപാട് കാൽക്കുലേറ്റീവ് അല്ല. കാൽക്കുലേറ്റീവ് ആകുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ എപ്പോഴും നമുക്ക് പേടി തോന്നും. അപ്പോൾ തൃശ്ശൂർകാർ അങ്ങനെയല്ല. അറ്റ് ദ സ്പെർ ഓഫ് ദ മൊമെന്റിൽ ജീവിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അല്ല, കുറേ വലിയ ശതമാനം ആളുകൾ. അപ്പോൾ അത് തന്നെയായിരിക്കും കാരണം. മലയാള സിനിമ തൃശ്ശൂർ ഭാഷ സംസാരിച്ചാൽ വിജയിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സാധ്യതകൾ കൂടുതലാണ്. കാരണം ഹാസ്യമുണ്ട് അതിൽ. തൃശ്ശൂർ ഭാഷയിൽ ഒരു ചിരിയുണ്ട്. അപ്പോൾ ആ ചിരി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ചിരിയുമാണ്. അപ്പോൾ ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു മലബാർ ഏരിയയിൽ നോക്കണ്ട, കളക്ഷനൊന്നും വരില്ല. പല സിനിമകളും തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നത് തന്നെ വിജയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലേ? അല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിന് ഭാഷയൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമ ആ മേഖലയിലും ഇഷ്ടംപോലെ ഓടിയിട്ടുള്ള സിനിമയാണ്, ആ ഏരിയയിൽ നന്നായിട്ട് ഓടിയിട്ടുള്ള സിനിമ. രഞ്ജിത് ശങ്കർ and Sean with you and you are listening to Club FM 94.3 ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ഹായ്, ഐ എം രഞ്ജിത് ശങ്കർ. ഇന്ന് ഷാൻ്റെ കൂടെ സ്റ്റാർ ജാമിൽ ഞാനുണ്ട്. ആം ആദ്മി പാർട്ടി കേരളം ഭരിക്കണം. ട്രൂ ഓർ ഫാൾസ്? എനിക്ക് ആം ആദ്മി പാർട്ടിയിൽ പ്രതീക്ഷയുണ്ട്. ഒരു വർഷം കൊണ്ട് ഒരു ഭരണഘടന മുഴുവനും ചോദ്യം ചെയ്യാവുന്ന അത്രയും ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അല്ല, എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പാർട്ടി കൂടുതൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസിലോട്ട് വരിക. എഗെയിൻ ഇതിൽ ജോയ് താക്കോൽക്കാരൻ ഈ സിനിമയിൽ ചെയ്യുന്നതാണ്. അയാൾ ഒരു സെൻസിബിളായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അതുപോലൊരു പാർട്ടി വന്നിട്ട് നാളെ ഇവിടുത്തെ ഒരു ബദലാവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം അതിന് ഒരു ജനപിന്തുണ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു മെട്രോസിലെങ്കിലും എന്നുള്ള തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു ഗവൺമെന്റിൽ ഡിസിഷൻ മേക്കിംഗ് ഫോഴ്സ് ആയിട്ട് അത് മാറാം എന്നുള്ള പ്രായോഗികമായ രാഷ്ട്രീയത്തിലോട്ടാണ് ഇനി അത് വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വന്നില്ലെങ്കിൽ ഈ ജനങ്ങൾ ഈ പാർട്ടിയെ മടുക്കും. രഞ്ജിത് ശങ്കറിന്റെ ലൈഫ് എക്സാമ്പിൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരെയും അസിസ്റ്റ് ചെയ്യാതെ ആർക്ക് വേണമെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യാം. 4 സിനിമ സംവിധാനം ചെയ്യാം. ഞാൻ ചെയ്തല്ലോ. 4 വരെ ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരാൾ ഞാനൊരു സിനിമ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുമോ മലയാള സിനിമ? ഇല്ല, ഇത് എങ്ങനെയാണ് എന്നെ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതില്ല. എനിക്കൊരിക്കലും സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഒരു ഡയറക്ടർക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഒരു കഥ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള എത്ര കഥയുണ്ട്. ഇപ്പോൾ പാസഞ്ചറിൻ്റെ കഥ തന്നെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു മന്ത്രി അഴിമതി കാണിക്കുന്നു, ഒരു ജേർണലിസ്റ്റ് പിടിക്കുന്നു, ഇതാണ് അതിൻ്റെ കഥ. ഇതിനെ എങ്ങനെ ഒരാൾ പുതിയ രീതിയിൽ നോക്കി കാണുന്നു എന്നുള്ളതാണ് പുതിയ സിനിമ ഉണ്ടാവും. സ്വന്തമായിട്ട് സംസാരിക്കണം സിനിമയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയും അസിസ്റ്റ് ചെയ്യാത്ത ഏതൊരാൾക്കും സിനിമയിലേക്ക് വരാം എന്ന് തന്നെയാണ് രഞ്ജിത് ശങ്കർ ഉറക്കെ പറയുന്നത്. ഇല്ല, അങ്ങനെയുള്ള എന്നെ അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന മറുപടികളാണ് ഞാൻ പലപ്പോഴും കൊടുക്കാറുള്ളത്. കാരണം അത് അപകടകരമായിട്ടുള്ള ചിന്തകളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വരേണ്ട ആളുകൾ വന്നിരിക്കും എന്നുള്ളതാണ്. ഇതൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇത് ജോയ് താക്കോൽക്കാരൻ പറയുന്ന പോലെ ലോകത്തിൽ 99% ആളുകളുണ്ട്. ലോകം പറയുന്ന വഴിക്കാണ് അവർ സഞ്ചരിക്കുക. അവരെ നമുക്ക് ടീം ചെയ്യാൻ എളുപ്പമാണ്. ഈ 1% ആളുകൾ അവരാണ് ഏറ്റവും അപകടം പിടിച്ച ആളുകൾ. കാരണം അവരുടെ ജീവിതം മിക്കവാറും ട്രാജഡി ആയിരിക്കും. കാരണം അവർക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രോത്സാഹനം ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വരും, അവരുടേതായിട്ടുള്ള മാർക്ക് ഈ ലോകത്തിലുണ്ടാക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ദാറ്റ്സ് രഞ്ജിത് ശങ്കർ വിത്ത് മീ ഓൺ 10 കണക്കിന് ഫൺ, സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. So Ranjit Shankar is under arrest. Yes. On you are under ആയിക്കോട്ടെ അറസ്റ്റ്. You are under arrest. പുണ്യാളൻ അഗർബത്തീസ് ഈ സിനിമ നിറഞ്ഞ സദസ്സിൽ ഓടുമ്പോൾ ഓക്കെ ചിലരെങ്കിലും ഇതിന് കമ്പയർ ചെയ്തിട്ടുണ്ടോ? ഇത് ദാക്ഷായണി ബിസ്ക്കറ്റ്സ് വിൽക്കാൻ നടക്കുന്ന മോഹൻലാൽ തന്നെയല്ലേ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്.
പക്ഷേ എനിക്ക് തോന്നുന്നു ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ജോയ് താക്കോൽക്കാരൻ ഞാനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സിനിമ ഉണ്ടാക്കാനുള്ള സ്ട്രഗിളിനെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ജോയുടെ സ്ട്രഗിൾ അതുപോലെയാണ്, ലോകം മുഴുവൻ അയാൾക്കെതിരാണ്. പക്ഷേ അയാൾ ഒരിക്കലും തോൽക്കില്ല. അയാൾ ജയിലിലാവുന്ന സമയത്ത് പോലും അയാൾക്ക് ഹോപ്പ് മാത്രമാണുള്ളത്. അയാൾ അതിൻ്റെ നെഗറ്റീവ് സൈഡിലല്ല നോക്കുന്നത്. 3 വർഷം ജയിലിൽ കിടന്നാൽ ഞാൻ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഐഡിയ ആയിട്ട് വരും, സമാധാനമായിട്ട് ചിന്തിക്കാമല്ലോ, ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ലോ എന്ന് ചിന്തിക്കാൻ ആൾക്ക് മാത്രമേ പറ്റൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് ഈ ദാക്ഷായണി ബിസ്ക്കറ്റിലെ കഥാപാത്രം കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ജോയ് താക്കോൽക്കാരൻ കുറച്ചുകൂടി വളരെ അൺകോമൺ ആയിട്ടുള്ള ആളാണ്. നമുക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ വളരെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അയാൾക്കുള്ള ആ തലം ഒരു പക്ഷേ അധികം പേര് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിൽ പല രംഗങ്ങളും കാണുമ്പോൾ എവിടേക്കോ കണ്ടുമറന്ന പല സിനിമകളുമായിട്ട് സാമ്യം ഫീൽ ചെയ്യുകയാണെങ്കിൽ, ജോളി LLB ആയിട്ടും സത്യാഗ്രഹനായിട്ടൊക്കെ സാമ്യം ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ആകസ്മികമാണ്, അത് യാദൃശ്ചികമല്ല. ഞാനൊന്നും അങ്ങനെ എനിക്കിത് കംപ്ലീറ്റ്ലി ഒറിജിനൽ സിനിമയാണെന്നുള്ള അവകാശമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സിനിമകൾ, ഞാൻ ഒരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ സ്വാധീനിക്കുക ഇപ്പോഴുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ, ഇപ്പോൾ ഞാൻ വായിക്കുന്ന വാർത്തകൾ, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന സംഗീതം, ഇതെല്ലാം എൻ്റെ സിനിമയെ സ്വാധീനിക്കും. അപ്പം ഇതൊന്നും അല്ലാത്ത ഇതെന്നെല്ലാം ഡിറ്റാച്ച്ഡായി നിൽക്കുന്ന കംപ്ലീറ്റ്ലി ഒറിജിനലായിട്ടുള്ള സൃഷ്ടികളാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയോ അവകാശവാദങ്ങളും എനിക്കില്ല. അപ്പം ഈ പറയുന്ന സിനിമകൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഈ പറഞ്ഞത് പലത് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളല്ല, അതുകൊണ്ട് ഞാൻ അറിയില്ല. ചിലത് കണ്ടിട്ടുള്ളതാണ്. സ്വാധീനിച്ചിട്ടുണ്ടാവാം, വാർത്തകൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം, റിയൽ ഇൻസിഡൻസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ഇതെല്ലാം ചേർന്ന് തന്നെയാണ് സിനിമ. അപ്പോൾ സിനിമ ഇസ് അൾട്ടിമേറ്റ്ലി നോട്ട് എ ട്രൂലി ഒറിജിനൽ ആർട്ട്. അല്ല, ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഓൾ ദിസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് യു. That's Ranjit Shankar with me on You Are Under Arrest. പിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. Thank you. ടൺ കണക്കിന് Fun. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. We are closing the show. Ranjit Shankarumaയിട്ട് I had a very interesting interview. Sensible answers. Ranjit Shankar തമാശയിലൂടെ സംസാരിക്കുന്ന ശങ്കർ സിനിമകളാണ് എന്ന് ഞാൻ പറഞ്ഞ. തമിഴിൽ ബിഗ് ബജറ്റ് ശങ്കർ, പിന്നെ മലയാളത്തിൽ സ്മോൾ ബജറ്റ് രഞ്ജിത്ത് ശങ്കർ. എനിക്കറിയില്ല എന്ത് കമ്പാരിസൺ ആണ്, എനിക്കറിയില്ല. ബേസിക് തിങ് ഇസ് ദാറ്റ് 4 സിനിമകളുടെ അകത്ത് വരുന്ന ആ ചെറിയൊരു ഇതുണ്ടല്ലോ, 4 അഴിമതി. ശരി, ഓക്കെ, അഴിമതി എന്നുള്ളൊരു ജോണർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് എനിക്കറിയില്ല, അത് എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ശങ്കർ അതെല്ലാ സിനിമയിലും സക്സസ്ഫുൾ ആയിട്ട് എടുക്കുന്നു. അത് ഭയങ്കര മിടുക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം, ഒരേ നായകൻ, ഒരേ വില്ലൻ, ഒരേ കഥ, അത് തന്നെ എടുത്ത് വലിയ വലിയ വിജയങ്ങളുടെ ഭയങ്കര മിടുക്കാണ്. നമുക്ക് പറ്റില്ല, അതാണ് നമുക്ക് അതിനുള്ള മിടുക്കില്ല, അത്രയും കഴിവില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ആവണമെന്ന്. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. യു ഓൾവേസ് ക്ലോസ് യുവർ ആൻസേഴ്സ് ഓൺ എ പോസിറ്റീവ് നോട്ട്. ഈ സ്വഭാവം താങ്കളുടെ കഥാപാത്രങ്ങളും സംസാരിക്കാറുണ്ട്. മോളി ആന്റി ആണെങ്കിലും, ജയസൂര്യ ആണെങ്കിലും, അർജുനൻ സാക്ഷിയിൽ അർജുനൻ ആണെങ്കിലും, ഇൻഫാക്ട് ശ്രീനിവാസൻ ആണെങ്കിലും, യു വോണ്ട് ടു സൗണ്ട് പോസിറ്റീവ്, യു വോണ്ട് ടു സേ തിങ്സ് പോസിറ്റീവ്ലി. എന്താണ് ലൈഫിൽ, വാട്ട് ഈസ് ദാറ്റ് പോസിറ്റീവ് സ്ട്രാറ്റജി? അർജുനൻ സാക്ഷി റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ കേരളത്തിൽ ഒരു തിയേറ്റർ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സിനിമ എനിക്ക് നഷ്ടമായിരുന്നു. തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ 10 മണിക്കാണ് വിളിക്കുന്നത്. ഒരാളില്ലാതെയാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അത് ആ തിയേറ്ററിൽ എൻ്റെ ഒരു സിനിമ ഒരു ഹൗസ്ഫുള്ളായിട്ട് ഓടണം എന്ന് പറഞ്ഞ് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പുണ്യാളൻ അഗർബത്തീസ് ഇത് മനഃപൂർവ്വമൊന്നുമല്ല, അത് ആ സിനിമ എങ്ങനെയോ അവിടെ വന്നു. ഇതേ തിയേറ്റർ ഓണറിനെ വിളിച്ച് പറഞ്ഞു, ഇയാൾക്ക് ഓർമ്മ പോലും ഇല്ല അന്ന് പറഞ്ഞത്. അവിടെ 50 അഡീഷണൽ സീറ്റ് ഇട്ടിട്ടാണ് അന്ന് ആ സിനിമ കളിക്കുന്നത്. അപ്പോൾ അതൊരു വാശിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാശികൾ വെക്കുക എന്നുള്ളതുണ്ട്. ഇപ്പോഴും ജീവിതത്തിൽ വാശികളുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം ഇനിയിപ്പോൾ അത് ചെയ്തിട്ട് പറയാം എന്നുള്ളത്. വെരി നൈസ്, വെരി ഇൻസ്പയറിംഗ്, ട്രൂലി ഹാപ്പനിങ്. താങ്ക് യു വെരി മച്ച്. ഐ എം ഹാപ്പി ദാറ്റ് I got a chance to have an interview with you. Thank you very much. My pleasure. Same here. And that's Ranjit Shankar on Star Jam. Tan Ganagine. Fun.